വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വനം വകുപ്പ് ജീവനക്കാർക്കാണ് ഈ ടെറൈനിനെ കുറിച്ച് നാട്ടുകാർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുത്തെ ആദിവാസികളൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തെക്കുറിച്ച് അറിയുക ഇവിടെ ജോലി ചെയ്യുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ്. അവരാണ് ഇന്നലെ ഒറ്റപ്പെട്ട പല സ്ഥലങ്ങൾ ഉള്ളോട്ടുള്ള വനത്തിനകത്തൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്, അത്തരത്തിൽ ആദിവാസികൾ താമസിക്കുന്ന സങ്കേതങ്ങളുണ്ട്, അവിടെ നിന്നൊക്കെ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. ഇന്നലെ അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനത്തിനെ കുറിച്ച് നമ്മൾ വാർത്ത നൽകിയതുമാണ്. അങ്ങനെ പല സ്ഥലത്തു നിന്നും വനം വകുപ്പ് ആളുകളെ രക്ഷിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. മറ്റൊന്ന് ആരോഗ്യവകുപ്പ് തുടക്കം മുതൽ തന്നെ ആരോഗ്യവകുപ്പിന്റെ സേവനമുണ്ട്. മേപ്പാടി ആശുപത്രിയിൽ മാത്രമല്ല, ഇന്നലെ ഇവിടെ ആരോഗ്യവകുപ്പ് സജീവമായി ഇവിടെ ഉണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തകർ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ഉണ്ട്. ഈ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെയൊക്കെ പ്രവർത്തനവും അതുപോലെ എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വയനാട്ടിലെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ചൂരൽമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പൊക്കെ ഉൾപ്പെടെയുള്ള വകുപ്പുകളൊക്കെ ഇവിടെയുണ്ട്. അത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ മൊത്തം കേന്ദ്രീകരണമുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ ചുമതല നൽകി തന്നെയാണ് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം ആണ് നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഈ സഹായ പ്രവാഹം നാടിന്റെ പല ഭാഗത്തു നിന്നുമുണ്ട് കമൽ, അങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് അവശ്യ സാധനങ്ങൾ ഒരുപാട് എത്തിയിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയുന്നതിലും കൂടുതൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമ്പുകളുടെ ഒരു സ്ഥിതി എങ്ങനെയാണ് കമൽ? മോത്തി, ക്യാമ്പുകളിലൊന്നും അത്തരത്തിൽ ഏതെങ്കിലും സാധനങ്ങളുടെ ഷോർട്ടേജോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായി അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെയൊക്കെ ആവശ്യത്തിന് സാധനങ്ങളുണ്ട്, എല്ലാ സ്ഥലത്തു നിന്നും സഹായം എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ സാധനങ്ങൾ എത്തിക്കേണ്ട തുടർ സമയങ്ങളിൽ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ സഹായം ആവശ്യമായി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിൽ കൂടുതൽ സഹായങ്ങൾ എത്തിക്കേണ്ട എന്ന് സർക്കാർ സംവിധാനങ്ങളൊക്കെ പറയുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ തെരച്ചിലിനായി സൈന്യം, സന്നദ്ധ പ്രവർത്തകരൊക്കെ മുണ്ടക്കയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ ബേലിപ്പാലം വഴി വിട്ടിരുന്നില്ല. ഇപ്പോൾ ഓരോരുത്തരെയും പരിശോധിച്ച് മുന്നോട്ട് വിടുന്നുണ്ട്. പാലം വഴി മുണ്ടക്കയിലേക്ക് പോകാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഈ സമയത്ത് കൂടുതൽ ആളുകൾ അങ്ങോട്ട് നമുക്ക് മുണ്ടക്കയിൽ നിന്ന് ഉള്ള ഇന്നത്തെ തെരച്ചിലിൻ്റെ വിവരങ്ങളും അതുകൊണ്ട് തന്നെ ലഭ്യമാകും. നേരത്തെ ഇന്നലെയൊക്കെ നമ്മൾ 6 മണിക്ക് തന്നെ അങ്ങോട്ട് പോയിരുന്നു. പക്ഷേ ഇന്ന് ആദ്യഘട്ടത്തിൽ അങ്ങോട്ട് പോകാൻ അനുമതി ലഭിച്ചിരുന്നില്ല മോത്തി. പക്ഷേ എന്തായാലും അല്പസമയത്തിനകം തന്നെ മുണ്ടക്കയിലെ തെരച്ചിലിന്റെ വിവരങ്ങളും നമുക്ക് ലഭ്യമാക്കാനാകും. ജില്ലാ